മഹാരാഷ്ട്രയിൽ മുസ്ലിം വോട്ടിനായി ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഉപാധികൾ വച്ച് ഇസ്ലാമിക സംഘടനകൾ. RSSനെ നിരോധിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. മുസ്ലിങ്ങൾക്ക് 10% സംവരണം, വഖഫ് ഭേദഗതി റദ്ദാക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉലമാ ബോർഡ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. RSSനെ നിരോധിക്കാൻ മുൻപ് നെഹ്റുവിൻ്റെ കാലത്ത് കുറേ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ. മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ ഒരു ഉപാധികളൊക്കെ തന്നെ ഇസ്ലാമിക സംഘടനകളോട് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് കൂടെ പറയുന്നുണ്ട്. രജനി, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുകയാണ്. ഇതിനിടയിലാണ് വളരെ ശ്രദ്ധേയമാകുന്ന ചില ഉപാധികൾ മുസ്ലിം സംഘടനകൾ ഇന്ത്യ മുന്നണി അതല്ലെങ്കിൽ മഹാവികാസ് അഗാഡിക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഓൾ ഇന്ത്യ ഉലുമാ ബോർഡ് എന്നതാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ഉലുമാ ബോർഡ്, അതായത് രാജ്യത്തെ വിവിധ മുസ്ലിം മതപഠനശാലകൾ, അതായത് മദ്രസകൾ, അതോടൊപ്പം തന്നെ മറ്റ് ദർഗകൾ, ഇതിൻ്റെയൊക്കെ മാനേജ്മെന്റ് ഈ ഉലുമാ ബോർഡിന്റെ കീഴിലാണ് വരുന്നത്. അതായത് രാജ്യത്തെ തന്നെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. അങ്ങനെയുള്ള ഉലുമാ ബോർഡാണ് ഇപ്പോൾ ഈ മഹാവികാസ് അഗാഡിക്ക് മുന്നിൽ ചില ഉപാധികൾ വെച്ചിരിക്കുന്നത്. 17 ഡിമാൻഡുകൾ അവർ ഈ മഹാവികാസ് അഗാഡിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കത്തിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നു. ആ 17 ഡിമാൻഡുകളിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കാമെന്ന് ഇന്ത്യ മുന്നണി സമ്മതിച്ചാൽ മഹാരാഷ്ട്രയിലെ നിർണായകമാകുന്ന മുസ്ലിം വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ NCPയും ശിവസേനയും അടങ്ങുന്ന മഹാവികാസ് അഗാഡിക്ക് നൽകാമെന്നതാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധി. ഇതിലെ പ്രധാനപ്പെട്ട ഒരു 8 ആവശ്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ വായിച്ചു നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഉലമാ ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഈ മുസ്ലിം വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമം, ആ ഭേദഗതി നിയമത്തെ എതിർക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം രാജ്യത്തൊട്ടാകെ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി നിലനിൽക്കുന്ന ഒരു വിഷയം വഖഫ് ഭൂമി അധിനിവേശവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ മുനമ്പമാണെങ്കിലും കർണാടകത്തിലെ വിജയപുരയാണെങ്കിലും ഇവിടെയെല്ലാം ക്ഷേത്രങ്ങൾക്ക് മേലും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ജനങ്ങൾ വർഷങ്ങളായി തന്നെ ജീവിക്കുന്ന ഭൂമിക്ക് മേലെല്ലാം വഖഫ് ബോർഡ് അനാവശ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ച് വലിയൊരു വിവാദമായി ഈ വിഷയം നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ഉലുമാ ബോർഡ് ഈ ഒരു അവകാശവാദം മുന്നോട്ട് വെച്ച് രംഗത്തെത്തുകയും ഈ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. നമുക്ക് അവരുടെ ഡിമാൻഡുകൾ ഓരോന്നായി നോക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനമായി ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമത്തെ മഹാരാഷ്ട്രയിൽ ഈ മഹാവികാസ് അഗാഡി സർക്കാർ എതിർക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്നൊരു ഡിമാൻഡ് ആദ്യം തന്നെ വെക്കുന്നുണ്ട്. രണ്ടാമതായി ഉലമാ ബോർഡ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്നത് 1000 കോടി രൂപ പ്രതിവർഷം മഹാരാഷ്ട്ര വഖഫ് ബോർഡിന് നൽകണമെന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രതിവർഷം മഹാരാഷ്ട്രയുടെ ഖജനാവിൽ നിന്നും 1000 കോടി രൂപ ഈ വഖഫ് ബോർഡിന് നൽകണം എന്നൊരു ഡിമാൻഡ് രണ്ടാമതായി മുന്നോട്ട് വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഡിമാൻഡ് എന്നത് വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം അത് ഇല്ല എന്നത് സംബന്ധിച്ചുള്ള ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ BJP സർക്കാർ നമുക്കറിയാം ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ സർക്കാരുകൾ ഈ വഖഫ് അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയാണ്. വഖഫ് ഭൂമികൾ അത് അനധികൃതമായി കൈയേറിയിട്ടുള്ള വഖഫിന്റെ എല്ലാ ഭൂമികളും തിരികെ പിടിക്കുമെന്നാണ് BJP സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളും അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളാണെങ്കിലും വ്യക്തമാക്കുന്നത്. അനധികൃതമായി ഈ രാജ്യത്ത് എവിടെയെങ്കിലും വഖഫ് ഭൂമികൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചിരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുഴ മുന്നേ എറിയുകയാണ് ഈ ഉലുമാ ബോർഡ്. അതായത് ഇവർ പറയുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സർക്കാർ വരികയാണെങ്കിൽ ഈ പറയുന്ന വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കും എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകരുത്. വഖഫിന്റെ ഭൂമി അങ്ങനെ തന്നെ നിലനിർത്തണം എന്നതാണ് മൂന്നാമത്തെ ഡിമാൻഡ്. നാലാമത്തെ ഡിമാൻഡ് വളരെ ശ്രദ്ധേയമാണ്. 10% മുസ്ലിം സംവരണം തൊഴിലിലും അതോടൊപ്പം തന്നെ സർക്കാർ വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലിയിലും ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കകത്ത് എങ്ങും തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണം എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. സംവരണം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഷെഡ്യൂൾഡ് ട്രൈബിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനുമായിട്ടാണ് നമ്മുടെ ഭരണഘടന ആദ്യം പറഞ്ഞത്. പിന്നീട് നമുക്കറിയാം മണ്ഡൽ കമ്മീഷന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അമെൻമെന്റ് നടത്തിയാണ് ഭരണഘടനയ്ക്കകത്ത് OBC വിഭാഗത്തിന് കൂടി സംവരണം നൽകാം. അത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, അതല്ലാതെ മത അടിസ്ഥാനത്തിൽ സംവരണം നൽകരുത് എന്നതാണ് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ മുസ്ലിം സംഘടന ആവശ്യപ്പെടുന്നത് 10% മഹാരാഷ്ട്രയിൽ
മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും അതോടൊപ്പം തന്നെ തൊഴിലിലും സംവരണം നൽകണം. അങ്ങനെയാണെങ്കിൽ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് നൽകാം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഉലമാ ബോർഡ് മുന്നോട്ട് വെക്കുന്നത് ഈ പോലീസ് റിക്രൂട്ട്മെന്റിനകത്ത് മുസ്ലിം ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകണമെന്നതാണ്. അതായത് പോലീസിലേക്കും മറ്റും നടക്കുന്ന റിക്രൂട്ട്മെന്റുകൾ, ആ റിക്രൂട്ട്മെന്റുകളിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നൊരു ആവശ്യം ഈ ഉലമാ ബോർഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അടുത്തതാണ് ഏറ്റവും രസകരമായ സംഭവം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിക്കണം. നമുക്കറിയാം ഭാരതത്തിനപ്പുറത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. ഇന്ന് രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നതിൽ നിർണായകമാകുന്നത് RSS ആണ്. കാരണം രാഷ്ട്രപതി RSS ആണ്, പ്രധാനമന്ത്രി RSS ആണ്. അതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വോളണ്ടിയർമാരുള്ള ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. ആ RSSനെ നിരോധിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് ഉലമാ ബോർഡിന്റെ നിർദ്ദേശത്തിൽ മുന്നോട്ട് വെക്കുന്നു. ഇവിടെ വായിച്ചത് ഈ 17 ഡിമാൻഡുകളിൽ ഏറ്റവും പ്രധാനമായി ആദ്യ നിരകളിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്തായാലും ഇതിപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുമ്പിലാണ് ഈ ഡിമാൻഡുകൾ വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ ആരും നടത്തിയിട്ടില്ല. നമുക്കറിയാം കോൺഗ്രസിന് ഈ മുസ്ലിം വോട്ട് മഹാരാഷ്ട്രയിൽ ആവശ്യമാണ്. അതിനാൽ തന്നെ ഈ ആവശ്യങ്ങളെ തള്ളാനോ ഇത് പരസ്യമായി ഇത് ഉൾക്കൊള്ളാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. പക്ഷേ രഹസ്യമായി ഈ ഉലമാ ബോർഡിന്റെ ഉൾപ്പെടെ ഉള്ള വോട്ടുകൾ നേടിയെടുക്കുവാനുള്ള ചില ധാരണകൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗവും NCPയും ഒക്കെ നടത്തുന്നുവെന്നാണ് നമുക്ക് അപ്പോൾ ഗൗതം, ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട്. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയാണ് കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യമൊക്കെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമല്ലേ? രജനി, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അത്തരം ഒരു നയം പല തെരഞ്ഞെടുപ്പുകളിലുമുണ്ട്. മതം പറയുകയും മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഉൾപ്പെടെ നൽകാം എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അടുത്ത കാലത്ത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം വോട്ടുകളെ എങ്ങനെ ഒപ്പം നിർത്താമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒരു ഘട്ടത്തിൽ ഹൈന്ദവ യുവജന സംഘടനയായിട്ടുള്ള ബജ്രംഗ് ദളിനെ നിരോധിക്കും എന്ന പ്രഖ്യാപനം പോലും കോൺഗ്രസ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നടത്തിയതാണ്. അതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ വളരെ വിശാല സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്നത്. അതായത് ഏതാണ്ട് 180ഓളം NGOകൾ മഹാരാഷ്ട്രയിൽ, മുസ്ലിം NGOകൾ ഈ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള NGOകളല്ല, മുസ്ലിം NGOകൾ മഹാരാഷ്ട്രയിൽ എത്തിയിട്ടാണ് ഇപ്പോൾ ഈ മുസ്ലിം വോട്ടുകളോ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക്, മഹാവികാസ് അഘാഡിക്ക് നേടിക്കൊടുക്കാമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഓൾ ഇന്ത്യ ഉലമാ ബോർഡൊക്കെ ഈ രീതിയിലുള്ള RSSനെ നിരോധിക്കണമെന്നും അല്ലെങ്കിൽ 10% മതസംവരണം മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഈ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രഖ്യാപനങ്ങളും ആവശ്യങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മതം പറഞ്ഞ് മതം ഉയർത്തിപ്പിടിച്ചുള്ള തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുവാനും തീവ്ര മുസ്ലിങ്ങളെ കൂടെ നിർത്താനും കോൺഗ്രസും മഹാവികാസ് അഘാഡിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് BJP ഈ മതവികാരം ഇളക്കിവിട്ടുള്ള ശ്രമത്തെ പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഇന്നലെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്. രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്നത് ഇത്തരത്തിൽ ജാതി അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങൾക്കും OBC വിഭാഗങ്ങൾക്കുമാണ്. നമുക്കറിയാം OBCക്കകത്ത് തന്നെ മറ്റ് ഇതര വിഭാഗങ്ങൾ, ഹിന്ദു വിഭാഗങ്ങളല്ലാതെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതുപോലും മത അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് പിന്നോക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം സംവരണങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അനുശാസിക്കുന്നത്. അവിടെ എന്നും തന്നെ മത അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ പറയുന്നില്ല എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ കൂടി ഓർമ്മപ്പെടുത്തിയതാണ്. അതിനിടയിലാണ് ഈ ഉലമാ ബോർഡ് പോലെയുള്ള മുസ്ലിം സംഘടനകൾ ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ സംവരണം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഈ വഖഫ് വിവാദം കത്തി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കണം. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന് പ്രതിവർഷം 1000 കോടി രൂപ മഹാരാഷ്ട്ര സർക്കാർ നൽകണം. അതോടൊപ്പം വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ശ്രമം കേന്ദ്ര സർക്കാർ മറ്റോ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. രജനി, ശരി. എന്തായാലും മഹാരാഷ്ട്രയിൽ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി ഈ ഒരു നിർദ്ദേശമൊക്കെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കർണാടകയിലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു, വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ വഖഫിൻ്റെ പ്രശ്നം വരുമ്പോഴും മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുൻ ഭരണകാലത്തും കോൺഗ്രസ് ഇതേ രീതി വഖഫ് ബോർഡ് മാത്രമല്ല രജനി, ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഇങ്ങനെ ഉപാധികൾ വയ്ക്കുമ്പോൾ
അവർക്ക് അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉലമ ബോർഡാണ് വച്ചിരിക്കുന്നത്. അവർക്കറിയാം ഏതൊക്കെ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയാലും അവർ അതിന് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ കാര്യങ്ങളാണ് എന്നുള്ളത്. പക്ഷേ ഇതൊന്നും വിഷയമല്ല, അവരെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ട കാര്യം.